ഇന്നലെ രാവിലെയാണ് തിരുവനന്തപുരം കുടുംബക്കോടതിയിലെത്തി കെ.ബി. ഗണേഷ് കുമാർ യാമിനി തങ്കച്ചിയുമായുള്ള വിവാഹമോചനത്തിനുള്ള ഹർജി നൽകിയത്. ഹർജിയോടൊപ്പം യാമിനി തന്നെ ക്രൂരമായി ആക്രമിച്ച് മുഖത്ത് പരിക്കേൽപ്പിച്ചതിന്റെ ചിത്രങ്ങളും കോടതിയിൽ സമർപ്പിച്ചു. തൊട്ടുടനെ ഈ ചിത്രങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ടു. തുടർന്ന് വൈകുന്നേരം 5 മണിയോടെ യാമിനി തങ്കച്ചി തന്റെ വസതിയിൽ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തു. വർഷങ്ങളായിട്ട് 10-16 വർഷമായിട്ട് ഈ ഫിസിക്കൽ അബ്യൂസ് നടക്കുകയാണ്. എല്ലാ പ്രാവശ്യവും നടക്കുന്നത് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ്, ഇതേപോലത്തെ ഒരു വേറെ സ്ത്രീകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ചോദിക്കുമ്പോഴാണ് ഈ പീഡനം നടക്കുന്നത്. ഞാൻ എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്തിലാണ് CM-നെ കണ്ടിരുന്നത്. എന്നിട്ട് അദ്ദേഹവും കൂടെ ചേർന്നാണ് എന്നെ ഇപ്പം ചീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം വൈകുന്നേരം 6 മണിക്ക് നിയമസഭയിൽ വെച്ച് ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെ: എന്നെ വന്ന് കണ്ടു, അവർ സംസാരിച്ചു, പക്ഷേ പരാതി തന്നിട്ടില്ല. 7 മണിയോടെ ഗണേഷ് കുമാർ തന്റെ ഔദ്യോഗിക വസതിയായ അജന്തയിലെത്തി. തൊട്ടുപിറകെ മാധ്യമപ്പടയും. എന്നാൽ ആരെയും അകത്ത് കയറ്റിവിട്ടില്ല. ഒടുവിൽ 1 മണിക്കൂറിന് ശേഷം മന്ത്രിയുടെ ദൂതൻ പുറത്തെത്തി. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട റിജോ സംസാരിക്കുമെന്ന് അറിയിച്ചു. റിജോ പറഞ്ഞത് ഇങ്ങനെ: സാറ് മോളോട് കയറിപ്പോൾ കഴുത്തിൽ കുത്തിപ്പിടിച്ചാണ് യാമിനി ചേച്ചി മോളിൽ കൊണ്ടുപോയത്. സ്റ്റെപ്പ് കയറ്റി മോളിൽ കൊണ്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിങ്ങളെ ഞാൻ കൊല്ലൂന്നും പറഞ്ഞുകൊണ്ട്. പിന്നീട് മന്ത്രി തന്നെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ സന്നദ്ധനായി. പോലീസും എസ്കോർട്ടും ഗൺമാനും ഒക്കെ ഉള്ള എൻ്റെ വീട്ടിൽ ആരും വന്ന് എന്നെ ആക്രമിച്ചില്ല. എന്നെ ആക്രമിച്ചത് യാമിനി തങ്കച്ചി തന്നെയാണ്. അത് തെളിയിക്കണം. കേരളത്തിലെ ജനങ്ങളും തെളിയിക്കണം. മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നും രാജിവെക്കില്ലെന്നും മന്ത്രി തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ വിട്ടുകൊടുക്കാൻ തങ്കച്ചി ഒട്ടും കൂട്ടാക്കിയില്ല. 8:30 ക്ലിഫ് ഹൗസിലെത്തി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ടു. പരാതി രേഖാമൂലം നൽകി. തുടർന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി എഴുതി നൽകി. DGPയെ വിളിച്ചു വരുത്തി വിഷയം ചർച്ച ചെയ്തു. തുടർന്ന് PK കുഞ്ഞാലിക്കുട്ടിയും KM മാണിയും രമേശ് ചെന്നിത്തലയും ക്ലിഫ് ഹൗസിലെത്തി. തിരക്കിട്ട ചർച്ച. ഒട്ടും വൈകാതെ ഗണേഷ് കുമാർ ക്ലിഫ് ഹൗസിലെത്തി. അടച്ചിട്ട മുറിയിൽ മുഖ്യമന്ത്രിയുമായി അരമണിക്കൂർ ചർച്ച. പുറത്തുവന്ന മുഖ്യമന്ത്രി ഗണേഷ് കുമാർ രാജിവെച്ചതായി അറിയിച്ചു. തനിക്കെതിരെ പോലീസ് ഒരു FIR ഇട്ട സാഹചര്യത്തിൽ ധാർമ്മികതയുടെ പേരിൽ ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ നിന്നുള്ള രാജിക്കത്ത് എന്നെ ഏൽപ്പിച്ചു. ആ രാജിക്കത്ത് നാളെ ഗവർണർക്ക് അയച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. എനിക്കിതിൽ നീതി ലഭിക്കണം. സത്യസന്ധമായ നിലയിൽ അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടക്കണമെങ്കിൽ ഞാൻ ഒരു തരത്തിലും ഒരു അധികാരത്തിൽ തുടരാൻ പാടില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് രാജി നൽകിയത്. ഒരു കാര്യം ഞാൻ പറയാം, ആരുടെയും ഒരു അഴിമതിക്കും ഒരു സമ്മർദ്ദങ്ങൾക്കും ഗണേഷ് കുമാർ കൂട്ടുനിൽക്കില്ല, മരണം വരെ. പരാതി നൽകിയിട്ട് മുഖ്യമന്ത്രി നടപടിയെടുത്തില്ലെന്ന യാമിനി തങ്കച്ചിയുടെ ആരോപണം പ്രതിപക്ഷം ഏറ്റെടുക്കും. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ജലീൽ പടന്ന, മീഡിയ 1, തിരുവനന്തപുരം.